communists in this country are total cowards. Member has proven that. കമ്മ്യൂണിസ്റ്റുകാരെല്ലാം ഭീരുക്കളാണ്. അവർ വസ്തുതകളെ വളച്ചൊടിക്കുന്നവരാണ്, ജനങ്ങളെ കബളിപ്പിക്കുന്നവരാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞത് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനാണ് രാജ്യസഭയിൽ. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്? ജോൺ ബ്രിട്ടാസിൻ്റെ ഒരു പ്രസംഗം അതാണ് ഇത്രമാത്രം പ്രകോപിപ്പിച്ചത് നിർമ്മല സീതാരാമനെ. കൃത്യം മറുപടി പറയുന്നുണ്ട് നിർമ്മല സീതാരാമനെ. പാർലമെന്റിന് പുറത്ത് മാധ്യമങ്ങളോട് സംസാരിച്ചുകൊണ്ട് ജോൺ ബ്രിട്ടാസ്. കേൾക്കാം ജോൺ ബ്രിട്ടാസിന്റെ വാക്കുകൾ. നിർമ്മല സീതാരാമൻ ഇന്നലെ കമ്മ്യൂണിസ്റ്റുകൾ അല്ല ഭീരുക്കളാണ്. അതെ അതെ, നിർമ്മല സീതാരാമൻ തന്നെ കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് അങ്ങനെ പറയണം. ബ്രിട്ടീഷുകാർക്ക് 10-11 മാപ്പപേക്ഷ കൊടുത്ത സവാർക്കറുടെ അനുയായിയാണ്. BBC കണക്ക് പ്രകാരം 11 സവാർക്കറുടെ ഗ്രാൻഡ് നെഫ്യൂവിൻ്റെ കോടതിയിലെ സാക്ഷ്യപ്രകാരം 10. ഒരു ദിവസം പോലും പാർലമെന്റിൽ വരാത്ത ഭയന്നോടുന്ന മോഡിയുടെയും അമിത്ഷയുടെയും അനുയായിയായ നിർമ്മല സീതാരാമൻ തന്നെ കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് ഇങ്ങനെ പറയണം. ഇൻക്ലാബ് സിന്ദാബാദ് വിളിച്ച് കഴുമരത്തിലേക്ക് പോയ കമ്മ്യൂണിസ്റ്റുകാരാണ്. അപ്പോഴാണ് ഈ മാപ്പപേക്ഷ കൊടുത്ത് താണുകേണ് ബ്രിട്ടീഷുകാരുടെ ബൂട്ട് നക്കിയ സവാർക്കറുടെയും കൂട്ടരുടെയും അനുയായികളായിട്ടുള്ള നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ ഇത്തരം ഒരു ആരോപണം ഉന്നയിച്ചത്. യഥാർത്ഥത്തിൽ ഞാൻ ഇന്നലെ ചോദിച്ച പ്രസക്തമായ ചോദ്യങ്ങൾക്കൊന്നും അവർ മറുപടി പറഞ്ഞില്ല. വളരെ രഹസ്യമായി ഗോപ്യമായി ഒരു ഓർഡിനൻസ് നിയമമാക്കുന്ന വ്യാജേന ടാക്സേഷൻ ആൻഡ് അതർ ലോസ് അമെൻഡ്മെന്റ് തോല എന്നുള്ള ഓമന പേരിൽ 54 കോടി ആൾക്കാർ ഭാഗവാക്കായ UPAയിൽ സേവന നിരക്ക് ഏർപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ബ്ലാങ്ക് ചെക്ക് അവർ പാർലമെന്റിൽ നിന്ന് വാങ്ങിയാണ്. അപ്പോൾ അവരാകെ പറയുന്ന ന്യായം എന്താണ്? ഞങ്ങളിപ്പോൾ ഇത് ഏർപ്പെടുത്തുന്നില്ല, ഇനി ഏർപ്പെടുത്തിയാൽ തന്നെ അത് ചെറിയൊരു ന്യൂനപക്ഷത്തിന് മാത്രമായിരിക്കും. അതിനേക്കാൾ വലിയൊരു ആനമണ്ടത്തരമല്ല, ബോധപൂർവമായ തെറ്റിദ്ധരിപ്പിക്കൽ അവർ നടത്തിയത്. ഇത് കച്ചവടക്കാർക്ക് മാത്രമല്ലേ ബാധകം? ഈ മെർച്ചന്റ് ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറയുന്നത് അത് ഉപഭോക്താവിലേക്ക് പോകുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ലോകത്തിലെവിടെയെങ്കിലും സാമ്പത്തിക ശാസ്ത്രത്തിൽ കച്ചവടക്കാർക്ക് മേൽ ചുമത്തുന്ന ഭാരം ഉപഭോക്താവിലേക്ക് പോകാതിരിക്കുന്നൊരു സാഹചര്യം ഏതെങ്കിലും കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ GST ഇളവ് കൊടുത്തപ്പോൾ ഇവരെന്താ പറഞ്ഞത്? ഞങ്ങൾ നൽകുന്ന ഇളവുകളെല്ലാം ഉപഭോക്താക്കൾക്ക് കൈമാറണം, ഇളവ് കൈമാറണമെന്ന് ശടിക്കുന്ന നിർമ്മല സീതാരാമൻ ഭാരം ചുമത്തുമ്പോൾ അത് കച്ചവടക്കാരൻ തന്നെ അത് ഏറ്റെടുക്കുമെന്ന് ചിന്തിക്കാനുള്ള മൗഢ്യത അവർക്കുണ്ടാവില്ല. കബളിപ്പിക്കലാണ്. മാത്രമല്ല ഈ നിയമം വളരെ അധാർമികവും നിയമവിരുദ്ധമാണ്. എന്താ കാരണം? ഒരു കണക്കുകളും അവതരിപ്പിക്കാതെ ഒരു ബ്ലാങ്കറ്റ് അപ്രൂവലാണ് അവരെടുക്കുന്നത്. ഞാൻ കൃത്യമായി അവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ കണക്ക് പറ, ഏതൊക്കെ വിഭാഗങ്ങളെയാണ് ഇത് ബാധിക്കാൻ പോകുന്നത്, ഏതൊക്കെ ഇടപാടുകൾക്കാണ് ഈ സേവന നിരക്ക് ബാധകമാകാൻ പോകുന്നത്. ഒരു മറുപടിയും അവർ പറഞ്ഞില്ല. അവർ കൺകെട്ട് നടത്തി, അവർ പാർലമെന്റിൽ നിന്ന് ഒളിച്ചോടി, ചില വീരവാദങ്ങൾ അവർ മുഴക്കി. എനിക്ക് അവരോടൊരു അഭ്യർത്ഥനയുണ്ട്. അവരുടെ കുടുംബത്തിൽ തന്നെയുള്ള ആൾക്കാർ പറയുന്നത് അവർ കേൾക്കണം. കുടുംബത്തിലെ തന്നെ സാമ്പത്തിക ശാസ്ത്രനായിട്ടുള്ള പരകാല പ്രഭാകർ പറഞ്ഞിട്ടുണ്ട്, ഇവരുടെ ഈ സാമ്പത്തിക നയം ഇന്ത്യയെ തകർത്തിരിക്കുകയാണ്. വൂഡോ എക്കണോമിക്സ് ആണ് നടത്തുന്നത്. അതായത് രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയെ താറുമാറാക്കുന്ന താൽക്കാലിക സാമ്പത്തിക നടപടികളുമായിട്ടാണ് ഈ സർക്കാർ മുമ്പോട്ട് പോകുന്നത്. അതിന് വലിയ വില ജനങ്ങൾ കൊടുക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞത് മറ്റാരുമല്ല, പരകാല പ്രഭാകരാണ്. അവരുടെ വാക്കുകളെങ്കിലും കേൾക്കാനുള്ള ഒരു മര്യാദ നിർമ്മല സീതാരാമൻ കാണിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ FCRA ബില്ല് JPCക്ക് വിടും, അല്ല അത്തരത്തിലുള്ള ഒരു പ്രതിപക്ഷമായിട്ട് അങ്ങനത്തെ ഒരു മെസ്സേജ് സർക്കാരിൽ നിന്ന് വരുന്നുണ്ട്. ഇതിനെ വിശ്വാസത്തിലെടുക്കാൻ പറ്റുമോ? എന്താണ് ഇതിൽ? സർക്കാരിനെ വിശ്വാസത്തിൽ എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പോൾ ഈ വിവാദപരമായിട്ടുള്ള തോലയെക്കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ, അതായത് ധനമന്ത്രിയും അതുപോലെ പ്രധാനമന്ത്രിയും ഔദ്യോഗികമായി പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത് വളരെ ശ്രദ്ധേയമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഈ നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഉണ്ടാക്കിയ സമയത്ത് അവർ ആഹ്വാനം ചെയ്തു, ഇന്ത്യയിലെ എല്ലാ ജനങ്ങളും ഈ കറൻസി വിനിമയത്തിൽ നിന്ന് ഈ ഡിജിറ്റൽ സമ്പ്രദായത്തിലേക്ക് മാറണം. അങ്ങനെ
55 കോടി ജനങ്ങൾ ഈ യു പിയുടെ കീഴിൽ വന്നു. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു വർഷത്തെ ആ യു പിയിലെ ക്രയവിക്ര എന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത എമൗണ്ടാണ്. 314 ലക്ഷം കോടി രൂപ. 314 ലക്ഷം കോടി രൂപ 50 55 ബാങ്കുകളും ഫൈനാൻസ് കമ്പനികളും കൂടി ചേർന്ന് ഉണ്ടാക്കിയതാണ്. പ്രധാനമന്ത്രിയും ധനമന്ത്രിയും എത്രയോ തവണ പ്രഖ്യാപിച്ചു ഈ യു പി ഐ സംവിധാനം പരിപൂർണമായിട്ടും സൗജന്യമായിരിക്കുമെന്ന്. അതല്ലേ ഇപ്പോൾ ലംഘിച്ചത്? ഈ സർക്കാർ നൽകി ഏതെങ്കിലും വാഗ്ദാനങ്ങൾ, പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങൾ അവർ ഇങ്ങിക്കയറുന്നുണ്ടോ? അല്ലടോ ശരത്തെ, 63 രൂപ മറ്റേ ഡോളറും രൂപയുമുള്ള വിനിമയ നിരക്ക് വന്നപ്പോൾ ഈ ഡൽഹിയുടെ അഴിമതി കാരണമാണ് ഈ രൂപയുടെ വില ഗണ്യമായി കൂപ്പുകുത്തുന്നത് പറഞ്ഞ ആളിലോട് നരേന്ദ്രമോദി. അത് കഴിഞ്ഞ് ഇപ്പോൾ എന്താ ഡോളറിൻ്റെ വില? 96, 97, 98. ഇപ്പോൾ സെഞ്ചുറി അടിക്കാൻ പോവുകയാണ്. അതുപോലെ പെട്രോളിൽ 40 റുപ്യാക്കിയാൽ എന്താണ് പ്രശ്നം? 40 രൂപയെ പിടിച്ച് നിർത്തുമെന്ന് പറഞ്ഞ ആളാണ് നരേന്ദ്രമോദി. ഇപ്പോൾ പെട്രോളിന് എത്രയാണോ? 100, 110, 105. അവർ പറഞ്ഞ ഏതെങ്കിലും കാര്യം 15 ലക്ഷം രൂപ അക്കൗണ്ടിലിടുന്ന കാര്യം ആ മറന്നേക്കും. അത് മൂപ്പർ പ്രചരണത്തിൽ പറഞ്ഞാൽ വിചാരിക്കും. ബാക്കി ഏതെങ്കിലും കാര്യത്തിൽ അവർ പറഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ ഞാൻ ഒരു കണക്ക് പരിശോധിക്കുമ്പോൾ, അതായത് ഈ പെട്രോളിയം ഡീലേഴ്സിൻ്റെ ഒരു കണക്ക് എനിക്ക് അവർ അയച്ചു തന്നു. ഇന്ത്യയിൽ 1,25,000 പെട്രോൾ പമ്പുകളുണ്ട്. പൊതുമേഖലാ എണ്ണ കമ്പനികളുടെ തന്നെ 1 ലക്ഷം പെട്രോൾ പമ്പുണ്ട്. ഇവർ ഇപ്പം പെട്രോളിന് വില കൂടുതലായതുകൊണ്ട് ആൾക്കാർ 2,500, 3,000, 4,000 ഇപ്പോൾ പെട്രോൾ അടിക്കുന്നത് വെച്ചാൽ വീണ്ടും വീണ്ടും വണ്ടി ഈ പറഞ്ഞ പെട്രോൾ പമ്പിലേക്ക് പോയിട്ട് അടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഈ പറഞ്ഞ 3,000, 4,000 രൂപയ്ക്കൊക്കെയാണ് 5,000-ക്കാണ് അടിക്കുന്നത്. ഇപ്പോൾ ഇവരുടെ കണക്ക് പ്രകാരം അവർ പരിശോധിച്ചപ്പോൾ നാമമാത്രമായൊരു ശതമാനമാണ് ഈ യു പിയുടെ കാര്യത്തിൽ സേവന നിരക്ക് ചുമത്തുന്നെങ്കിൽ ഒരു പമ്പിന് 2,000 രൂപയോ 3,000 രൂപയോ ഒരു ദിവസം ബാധ്യത വന്നാൽ തന്നെ 10-10,000 കോടി രൂപയുടെ അധിക ഭാരം കൺസ്യൂമേഴ്സിന് വരും. ഒരു സെക്ടറിൻ്റെ കാര്യം പറയണത്, ബാക്കി സെക്ടേഴ്സല്ലേ ഞാൻ പറയുന്നത്. അപ്പോൾ ഏതൊക്കെ രൂപത്തിലാണ് ജനങ്ങളെ പിഴിയുന്നത്, എന്ത് വാഗ്ദാന ലംഘനമാണ് ഇവർ നടത്തുന്നത്? അത്തരത്തിലുള്ള നഗ്നമായിട്ടുള്ള വാഗ്ദാന ലംഘനം നടത്തുന്ന ഇവരിപ്പോൾ ഈ ബില്ല് JPCക്ക് വിടുമെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് വിശ്വാസമില്ല. വിടട്ടെ. മാത്രമല്ല എത്രയോ നിയമങ്ങൾ അവർ ഈ പറയുന്ന പോലെ JPCക്കും സംയുക്ത പാർലമെൻ്ററി സമിതിക്കും വിടുമെന്ന് പറഞ്ഞിട്ട് വിടാതെ അത് അവർ പാസ്സാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സംശയമുണ്ട്. മാത്രമല്ല ഈ ഡീലിമിറ്റേഷൻ സംബന്ധിച്ച് വളരെ രഹസ്യമായ ചില നീക്കങ്ങൾ അവർ നടത്തുന്നുണ്ട്. ഒരു പ്രത്യേക സമ്മേളനം ഓഗസ്റ്റ് അവസാനമോ സെപ്റ്റംബർ ആദ്യമോ വിളിച്ചു ചേർത്തിട്ട് പാസ്സാക്കിയെടുക്കാൻ വേണ്ടിയുള്ള ഗൂഢതന്ത്രങ്ങൾ അണിയറയിൽ ഒരുങ്ങുന്നു എന്നുള്ള ഒരു വിവരവും ഞങ്ങൾക്കുണ്ട്.